നിന്റെ സ്വപ്നങ്ങളെ പിന്തുടരൂ, പക്ഷേ അതിനായി ഇടവഴികൾ തേടി നീ പോകരുത്. നിന്റെ വഴികൾ കഠിനമായേക്കാം എന്ന് കരുതി നീ നിന്റെ സ്വപ്നങ്ങളെ ഉപേക്ഷിക്കരുത്. ലോകം മുഴുവനും ഒരിടത്ത് ഒറ്റ ഫ്രെയിമിൽ കാണാൻ കഴിയുന്ന ഒരു കാഴ്ച വിരുന്ന് നൽകുന്നത് പോലെയുള്ള സ്ഥലം. നാട്ടിൻപുറത്തിന്റെ എല്ലാ നന്മകളും ഒരുപോലെ കാണാൻ കഴിയുന്നിടം. അടിസ്ഥാനവർഗ തൊഴിലാളികളുടെ ഈറ്റില്ലം, നെടുവത്തൂർ. വാക്കുകളും പ്രവൃത്തികളും ഒരുപോലെയുള്ള ഒരു മുഖം. സംഘടനാ പ്രവർത്തനത്തിന്റെയും ജനക്ഷേമ പ്രവർത്തനങ്ങളുടെയും ഈ നാട്ടിലെ ഒരു പേര്. SR അരുൺ ബാബു കൈതക്കോട് സ്വദേശിയാണ്. സ്കൂൾ കോളേജ് കാലഘട്ടം മുതൽ ജനങ്ങൾക്കിടയിൽ ജീവിക്കുന്ന അരുണിന് നാടിനെ കുറിച്ച് പറയുമ്പോൾ 101 നാവാണ്. കാർഷിക മേഖലയുടെ ഒരു പ്രൗഢിയുള്ള നാട് കൂടിയാണ്. ഈ ഇവിടുത്തെ എല്ലാ അടിത്തറയുടെയും വിത്ത് പാകിയത് കാർഷിക മേഖലയാണ്. നമ്മുടെ മനുഷ്യരുടെ സാമൂഹിക ജീവിത മുന്നേറ്റങ്ങളെല്ലാം. അപ്പം അതിൽ നിന്നുകൊണ്ട് തുടങ്ങണം. നമ്മുടെ ഒരു കാർഷിക സമൃദ്ധിയെ തിരിച്ചു പിടിക്കണം. കാർഷിക മേഖലയോടൊപ്പം തന്നെ വളർത്തുമൃഗങ്ങളുടെ ക്ഷീര ഉൽപ്പാദനം, പാലുൽപ്പാദനം, മുട്ടക്കോഴിയുടെ വളർത്തൽ, കാർഷിക മേഖലയെ റബ്ബർ കൃഷിക്കാരുൾപ്പെടെയുള്ള ആളുകളുടെ പ്രശ്നങ്ങൾ അതിനെ അഭിമുഖീകരിക്കുന്നതിനും ക്ഷീരകൃഷിക്കാരുൾപ്പെടെയുള്ള ആളുകളുടെ, ഇപ്പോൾ എനിക്ക് ക്ഷീരകൃഷിക്കാരെക്കുറിച്ച് കുറച്ചും കൂടി അടുത്തറിയാം. ഇന്നും എൻ്റെ വീട്ടിൽ പശുവിനെ വളർത്തുന്നുണ്ട്. അപ്പം എൻ്റെ വീട് ഒരു കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടൊരു വീടാണ്. വരികൾക്കിടയിലൂടെ കിട്ടുന്ന അക്ഷര ഊർജം അദ്ദേഹം പ്രാവർത്തികമാക്കുന്നത് തന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങളിലൂടെയാണ്. ഇന്നീ കാണുന്ന പ്രവർത്തനങ്ങൾക്കെല്ലാം മുന്നിൽ നിന്ന് നേതൃത്വം കൊടുക്കുമ്പോൾ ഓരോ ദിവസവും നാട് മുന്നേറുന്നുണ്ട്. പറയുന്നത് മാത്രം പ്രവർത്തിക്കുകയും പ്രവർത്തിക്കുന്നതെല്ലാം മറ്റുള്ളവർക്ക് ഗുണകരമാകണമെന്ന് ആത്മാർത്ഥമായി അരുൺ വിശ്വസിക്കുന്നുണ്ട്. അതിന് തെളിവാണ് അമ്മയുടെ ഈ വാക്കുകൾ. അവൻ ജയിച്ചു വരണം, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവൻ പൊരുതി ഇവിടം വരെ വന്ന് അവൻ ജയിച്ചു വരണമെന്ന് തന്നെ ഒരാഗ്രഹം. ഈ ജനങ്ങളും അതുപോലത്തെ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ഈ നാട്ടുകാരും ഒക്കെ അവന് നല്ല സപ്പോർട്ടാണ് ചെയ്യുന്നത്. സ്ത്രീകൾക്കും വയോജനങ്ങൾക്കും വേണ്ടി അരുൺ മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു സ്ഥാപനമാണിത്. ഞങ്ങൾ എഴുകോൺ കേന്ദ്രമായി ജീവനം എന്ന പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ആരംഭിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ 400-ലധികം കിടപ്പ് രോഗികളെ പരിചരിക്കുന്ന പ്രവർത്തനമാണ് ആദ്യം ഞങ്ങൾ തുടക്കമിട്ടത്. അതിനുശേഷം നിരവധി ആളുകൾക്ക് ചികിത്സാ സംവിധാനം ഉറപ്പാക്കുക, ആംബുലൻസ് സർവീസ് അടക്കമുള്ള നിരവധി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഇങ്ങനൊരാശയം മുന്നോട്ട് വരുന്നത്. സമൂഹത്തിലെ നിരവധിയായിട്ടുള്ള വൃദ്ധരായ മാതാപിതാക്കൾ അവർ തെരുവിൽ ഉപേക്ഷിക്കപ്പെടുന്ന ആ ഒരു വാർത്ത പല മാധ്യമങ്ങളിലൂടെ വായിക്കുമ്പോൾ എന്തുകൊണ്ട് അവരെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയുന്നില്ല എന്നൊരു തോന്നലുണ്ടാകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പുത്തൂർ കേന്ദ്രമായി സായന്തനം എന്ന വയോജന കേന്ദ്രം ഞങ്ങളുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്നു. 40 പേരാണ് സ്ത്രീകളും പുരുഷന്മാരുമായിട്ടുള്ളത്. ഏതാണ്ട് 22 പുരുഷന്മാരും 18 സ്ത്രീകളുമുണ്ട്. മനോഹാരിത നിറഞ്ഞു നിൽക്കുന്ന പ്രദേശത്തിന്റെ നടുവിലൂടെ കടന്നു പോകുന്ന കറുത്ത പാത. ഇരുവശത്തും കാണുന്ന ഇരിപ്പിടങ്ങളിലിരുന്ന് ഈ നാടിനെ നോക്കുമ്പോൾ ഇവിടുത്തെ ടൂറിസം സാധ്യതകൾ എത്രയോ വലുതാണെന്ന് അരുൺ പറയുന്നു. ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും മനോഹരമായ ചുറ്റുമല ചിറയാണ്, ഇതിൻ്റെ വാറൂർ ഭാഗമാണ്. ഏറ്റവും നമ്മുടെ നാടിൻ്റെ ഒരു കാർഷിക സമൃദ്ധിയെ നിലനിർത്തിയ സ്ഥലം കൂടിയാണ്. അതുപോലെ തന്നെ ഈ പ്രദേശത്തിൻ്റെ ആകെ ജലസേചനത്തിനും ഏറ്റവും നല്ല നിലയിൽ ഒരു പ്രകൃതിയുടെ ഒരു ആവാസ വ്യവസ്ഥ കൂടിയാണ്. ഈ സ്ഥലത്തെ സംരക്ഷിക്കുക എന്നുള്ളത് ഞങ്ങൾ DYFI പ്രവർത്തകരുടെ ഒരു ലക്ഷ്യം കൂടിയായിരുന്നു. അങ്ങനെ ഇവിടെ പ്ലാസ്റ്റിക് വിമുക്തമാക്കാൻ, ഈ പ്രകൃതിയെ സംരക്ഷിക്കാൻ, അതുപോലൊപ്പം ഈ മനോഹരമായ കാഴ്ച വന്നിരുന്ന് ആസ്വദിക്കാൻ, അതെല്ലാം ഞങ്ങൾ DYFI തീരുമാനിച്ചതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇങ്ങനെ നാട്ടിടം എന്നൊരു സങ്കല്പം ഞങ്ങളിലേക്ക് വന്നത്. അങ്ങനെ ഇവിടെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാനും അടക്കമുള്ള മരങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ, ഇങ്ങനെ ഇവിടെ ഇരുന്ന ആളുകൾക്ക് ഈ പ്രകൃതി വൈകുന്നേരങ്ങൾ, രാവിലെ, പ്രഭാതമെല്ലാം ആസ്വദിക്കാനുമെല്ലാം ഈ ബെഞ്ചുകളുമെല്ലാം ഇട്ട് നാട്ടിടം എന്നൊരു പേരിട്ട് ഇവിടെ ഇങ്ങനൊരു നമ്മുടെ ഒരു മാനസിക ഉല്ലാസം, അത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനമാണ്. ആ മാനസിക ഉല്ലാസത്തിന് വേണ്ടി ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഇങ്ങനെ ഒരു ഇടമുണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞതിൽ, അതിൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. നാട്ടിട വഴികളിലൂടെ സഞ്ചരിച്ച് അരുൺ ഇന്ന് നാട്ടുകാരുടെ അടുത്തേക്ക് കൂടുതൽ ഊർജ്ജസ്വലനായി എത്തുകയാണ്. യാത്രക്കിടയിൽ കേട്ട ഈ വാക്കുകൾ അരുണിനെ ഇവിടുത്തുകാർ നന്നായി മനസ്സിലാക്കി എന്നുള്ളതിന്റെ തെളിവായിരുന്നു. നമ്മൾ ഒരു സെക്കൻഡ് നമ്മൾ സംസാരിച്ചോളൂ. അതെ അതെ. പക്ഷെ അന്ന് ഞാൻ തീരുമാനിച്ചു നിങ്ങളൊരു നീതിമാനാണെന്ന്. അത് ഇവരുടെ ആരുടെയും സമ്മർദ്ദത്തിലില്ല, സ്വയം എടുത്ത തീരുമാനം. അങ്ങനെ പല പ്രാവശ്യങ്ങളിലും എടുക്കാറുണ്ട്. ഈ നാടിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ധാരാളം ആശയങ്ങളുണ്ട് ഈ യുവാവിന്. കുടുംബശ്രീ അടക്കമുള്ള സംവിധാനങ്ങളുമായി ചേർന്നുകൊണ്ട്
ഉല്ലാസയാത്രകൾ, അങ്ങനെ തീർത്ഥാടന യാത്രകൾ ഉൾപ്പെടെയുള്ള കുടുംബശ്രീ സംവിധാനങ്ങളുമായി ചേർന്ന് സംഘടിപ്പിക്കണമെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. ഞാൻ ഏറ്റവും വലിയ താല്പര്യവും ലക്ഷ്യവും വെക്കുന്നത് പരമാവധി സ്ഥലങ്ങളിലേക്ക് ഒരു വില്ലേജിൽ ഒരു കളിസ്ഥലമെങ്കിലും ഉറപ്പാക്കുക. അതുപോലെ ആധുനികമായ ടർഫ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളെ ഒരുക്കുക. ഡിജിറ്റൽ ലൈബ്രറി എന്ന ആശയം ലോകത്താകമാനം ശക്തിപ്പെട്ടു വരുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ എല്ലാ നാട്ടിടങ്ങളിലെ ലൈബ്രറികളെയും ആ നിലയിലേക്ക് മാറ്റിത്തീർക്കാൻ വേണ്ടി കഴിയേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹ്യൂമൻ ലൈബ്രറി എന്ന ആശയം ലോകത്താകമാനം ശക്തിപ്പെട്ടു വരികയാണ്. വിവിധ വഴികളിലൂടെ സഞ്ചരിച്ച മനുഷ്യർ, അവരുടെ ജീവിത ആശയങ്ങൾ, അവർ നേടിയെടുത്ത നേട്ടങ്ങൾ, അവർ വന്ന വഴികൾ, അതെല്ലാം നേരിട്ട് നമ്മുടെ പുതിയ തലമുറയോട് പറയുന്ന, ആ പുതിയ തലമുറയെ ഇത് പഠിപ്പിച്ചു കൊടുക്കുന്ന ഹ്യൂമൻ ലൈബ്രറികൾ എന്ന ആശയം നമ്മുടെ നാട്ടിനകത്ത് കൊണ്ടുവരാൻ വേണ്ടി ലൈബ്രറികളെ ഡിജിറ്റലൈസ് ചെയ്യാൻ, ഹ്യൂമൻ ലൈബ്രറികൾ ആരംഭിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകും. അരുണിനെ പോലുള്ള യുവത്വം പാർലമെന്ററി തലത്തിലേക്ക് വരുമ്പോൾ നാടിന്റെ ഭംഗി കൂടും, വളർച്ചയിലേക്ക് ഉയരും, നമ്മുടെ ജീവിതം മെച്ചപ്പെടും.